Hey guys, ഞാൻ ഇന്ന് ഇവിടെ ഒരു നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ആ ട്രേഡ് ക്ലോസ് ചെയ്തു. എനിക്കിവിടെ ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം 600 രൂപയാണ്. വേറൊരു കാര്യം കൂടെ, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഹോസ്റ്റലിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, വീട്ടിൽ നിന്ന് മാറി. ഓക്കെ, ഞാൻ 2 ദിവസം ട്രേഡ് എടുത്താൽ എനിക്ക് ലോസ് ആയിരുന്നു. ഓക്കെ, ആദ്യത്തെ ദിവസം എനിക്ക് 700 സംതിങ് രൂപയുടെ ലോസ് ആയിരുന്നു. രണ്ടാമത്തെ ദിവസം എനിക്ക് 1100 രൂപയുടെ ലോസ് ആയിരുന്നു. ഓക്കെ, 2 ദിവസം എനിക്ക് ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാനിന്ന് പ്രോഫിറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തില്ല. ഞാൻ പിന്നെ ആ ഒരു ക്ലോസ് ചെയ്ത സമയത്താണ് ഞാൻ ഓർത്തത് ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി ഞാനൊരു നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തു. പക്ഷേ ഞാനത് ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു. റീസൺ ഞാൻ പറയാം. ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാനായിട്ടുള്ള റീസൺ ഞാൻ പറയാം. 25900 നിങ്ങൾക്ക് ഈ ലെവൽ കാണാൻ വേണ്ടി പറ്റും. ഈ ലെവൽ ഇവിടെ ബ്രേക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ലെവൽ ബ്രേക്കൗട്ടിൽ മാത്രമല്ല ട്രേഡ് എടുക്കുന്നത്. എൻ്റെ പ്രിസിഷൻ സ്കാൽപ്പിംഗ് അനുസരിച്ച് ഞാൻ ഡേറ്റ അലൈൻമെൻറ്റ് നോക്കി മാത്രമാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഞാനിവിടെ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കൗട്ട് ഉണ്ടായി, എനിക്ക് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഡേറ്റ അലൈൻമെൻറ്റും എൻ്റെ സ്ട്രാറ്റജി അനുസരിച്ചും എനിക്കിവിടെ അലൈൻമെൻറ്റും ഉണ്ടായി. ആ സമയത്ത് വോളിയം ഉണ്ടായിരുന്നു. വോളിയം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ട്രേഡിൽ എൻ്റർ ചെയ്തത്. പക്ഷേ എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ മൗസ് ഇല്ലായിരുന്നു. ഞാൻ ഈ ലാപ്പിൽ ഇങ്ങനെ കൈയിട്ടതാക്കി, എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല. അപ്പോൾ അങ്ങനെ ട്രേഡ് എടുത്തത് കൊണ്ട് തന്നെ എനിക്കിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാനിവിടെ ചെറിയൊരു എൻട്രി മിസ്സായി. എനിക്ക് നല്ല എൻട്രി മിസ്സായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തു. ഏകദേശം 1000-1200 രൂപയുടെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചു. ഞാൻ എൻ്റെ റൂൾ അനുസരിച്ച് 1:3 ആണ് ഞാൻ നോക്കിയത്. പക്ഷേ എനിക്ക് 1:3 കിട്ടിയില്ല. ഓക്കെ, ഇവിടെ 4th ക്യാൻഡിൽ ക്ലോസ് ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പൊസിഷൻ ക്ലോസ് ചെയ്തു. കാരണം എൻ്റെ റൂൾ അനുസരിച്ച് ഞാൻ 4 ക്യാൻഡിൽസോളം മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ. എൻ്റെ റൂൾ അനുസരിച്ച് ഞാൻ എൻ്റെ 4 ക്യാൻഡിൽസേ ഹോൾഡ് ചെയ്യത്തുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ട്രേഡിൽ എക്സിറ്റ് ചെയ്തു. ഞാനിവിടെ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ലൈവായിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ ട്രേഡ് എടുത്തതിൻ്റെ വേറൊരു റീസൺ കൂടെ പറഞ്ഞുതരാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇവിടെ അപ് ഡയറക്ഷനാണ്. മെജോറിറ്റി സ്റ്റോക്സ് നിഫ്റ്റിയുടെ അപ് ഡയറക്ഷനാണ്. ചേഞ്ച് ഇൻ വായി നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ഡയറക്ഷനാണ് കാണിക്കുന്നത്. മാത്രമല്ല, ചേഞ്ച് ഇൻ വായുടെ നമ്മുടെ ഓരോ ലെവലിൻ്റെയും നമ്പർ ഓഫ് ബയേഴ്സും നമ്പർ ഓഫ് സെല്ലേഴ്സും നമുക്കിവിടെ ചേഞ്ച് ഇൻ വായിക്കകത്ത് കാണാൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് ബൈക്കും നമ്പർ ഓഫ് സെല്ലിങ്ങും നോക്കിയിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. എൻ്റെ റൂൾ അങ്ങനെയാണ്, മനസ്സിലായല്ലോ. എൻ്റെ റൂളും എൻ്റെ സ്ട്രാറ്റജിയും അനുസരിച്ചാണ് ഞാനിവിടെ ട്രേഡ് എടുത്തത്. എൻ്റെ റൂൾ അനുസരിച്ച് ഞാൻ ഒറ്റ ദിവസം ഒരു ട്രേഡേ എടുക്കത്തുള്ളൂ. എൻ്റെ റൂൾ അനുസരിച്ച് ഞാൻ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നോക്കുന്നത്. പക്ഷേ എനിക്ക് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയില്ല. വോളിയം കുറയാൻ തുടങ്ങി. എൻ്റെ റൂൾ അനുസരിച്ച് ഞാനിവിടെ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ഞാനിവിടെ മൊത്തത്തിൽ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കി. ആ റൂൾസിന് ഞാനിവിടെ ഫോളോ ചെയ്തു മാത്രമാണ് ചെയ്തേക്കുന്നത്. മനസ്സിലായല്ലോ. ഞാനിവിടെ 2 ദിവസം ട്രേഡ് ലൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഞാൻ കുറച്ച് 2-3 ദിവസത്തേക്ക് എനിക്ക് ട്രേഡിൽ പ്രോഫിറ്റ് ആയപ്പോഴത്തേക്ക് കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല, പുതിയൊരു എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഷൗട്ടും നല്ല നോയ്സും ഉള്ള സമയത്ത് ഞാൻ ഇത് ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെ ഒരു എൻട്രി ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെയാണ് എനിക്ക് ട്രേഡിൽ ലോസ് ആയത്. പിന്നെ ഇന്നത്തെ ട്രേഡ് എനിക്കൊരു ഗുഡ് ബാഡ് ട്രേഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ റൂൾസും ഞാൻ എൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടുണ്ട് ഇവിടെ, മനസ്സിലായല്ലോ. ഈ മാർക്കറ്റ് മൂവ് ചെയ്തില്ല എന്ന് മാത്രം. പക്ഷേ അതൊരു വിഷയമല്ല. കാരണം ട്രേഡിങ്ങിൽ അത് സ്വാഭാവികമാണ്. കാരണം മാർക്കറ്റ് അങ്ങനെയാണ്. മാർക്കറ്റ് നമ്മൾ പറയുന്ന രീതിയിൽ മൂവ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാനിവിടെ എൻ്റെ ട്രേഡിൻ്റെ എല്ലാ റൂൾസും ഫോളോ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ സന്തോഷമേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ എൻ്റെ ട്രേഡിൻ്റെ ഞാൻ ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും ഇതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ എല്ലാ ട്രേഡിലും ഈ സെയിം ലോജിക്ക് തന്നെയാണ് പറയുന്നത്. ഞാൻ ഈ സെയിം ലോജിക്കിലാണ് ട്രേഡ് എടുക്കുന്നത്. കാരണം ഈ ഒരു സ്ട്രാറ്റജി ഞാൻ തന്നെ ബിൽഡ് ചെയ്തൊരു സ്ട്രാറ്റജിയാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ദിവസത്തെ ട്രേഡിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തെ ട്രേഡ് റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് 600 രൂപയുടെ പ്രോഫിറ്റാണ് കേട്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.